ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ഷൈൻ ടോക്സ് യൂട്യൂബ് ചാനൽ. അപ്പൊ കുറെ നാളെ ഞാൻ വീഡിയോ ചെയ്തിട്ട് കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷെ ടൈം കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് സ്പെഷ്യൽ വീഡിയോ ആണ്, കാരണം ഇന്ന് ഞാൻ ചെയ്തൊരു ബുക്ക് കവർ നിങ്ങളെ കാണിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് പ്രിന്റഡ് ആയിട്ട് കാണുമ്പോൾ അതൊരു ഹാപ്പിനെസ് തന്നെയാണ് അല്ലേ? അപ്പോൾ ആ ഹാപ്പിനെസ് നിങ്ങളും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ബുക്ക് കവറിന്റെ പാക്കേജ് ഒന്ന് അൺബോക്സിംഗ് വീഡിയോ ചെറുതായിട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. എന്നിട്ട് അതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ കണ്ടു, ബുക്ക് കവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ബുക്ക് കവർ. ഇത് ഞാൻ ചെയ്യുന്ന ബുക്ക് കവറാണ്. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് പ്രിന്റ് അവർ അയച്ചു തരുന്നത്. അപ്പോൾ എന്റെ ഓർഡർ ആഷ്ലി ക്ലെയർ ആണ്. US ഒരു ഓർഡറാണ്. അവരുടെ ഫസ്റ്റ് ബുക്കാണ് ഇത്. ഇന്ത്യയുടെ ഫസ്റ്റ് ബുക്കാണ്. അപ്പൊ ഇതിന് 2 ക്യാരക്ടേഴ്സ്, ഹാഫ് ബോഡി ക്യാരക്ടേഴ്സ് ഉള്ള ബുക്ക് കവറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ബുക്കിന്റെ പേര് ഓഫി പീപ്പിൾ. അതായത് കണ്ടിഷ്ടപ്പെടുന്ന ഒരു റൊമാൻസ് സ്റ്റോറിയാണ് ഇതില്. അപ്പൊ നിങ്ങൾക്ക് റൊമാൻസ് സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ ഓർഡറിന്റെ അക്കൗണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പിന്നെ ഇതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാണാം. എന്റെ അക്കൗണ്ടിന്റെ പേര് ഞാൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലോയിങ് ഡിസൈൻസ് എന്നാണ് എന്റെ അക്കൗണ്ടിന്റെ പേര്. അപ്പൊ ഇതില് കാണിച്ചിട്ടുണ്ട് ഇതാ എന്റെ പേരും കവർ ചെയ്തു. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി മോട്ടിവേറ്റ് ആവുന്നില്ലേ? നമുക്ക് പിന്നെ ആർട്ട് വർക്ക്സ് ചെയ്യാനും എന്റെ കുറെ നാളത്തെ ആഗ്രഹമാണ് ഇതുപോലെ ബുക്ക് കവർ ചെയ്യണം. അപ്പൊ ഇതാ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിഞ്ഞതാ. അപ്പൊ എന്റെ പുതിയ അക്കൗണ്ട് ഗ്ലോയിങ് ഡിസൈൻസ് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് ഇതിൽ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഈ ബുക്ക് കവർ മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ച് വേറെ സ്റ്റിക്കേഴ്സും ഒരു ക്യാരക്ടർ ആർട്ടിന്റെ പ്രിന്റും ചെയ്തിരുന്നു. അപ്പൊ ഈ റീഡേഴ്സ് ജസ്റ്റ് ആ ക്യാരക്ടേഴ്സിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ ഒരു ഇമാജിനേഷനിലൂടെ ക്യാരക്ടേഴ്സിനെ വരയ്ക്കാം. അപ്പൊ ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ ഓർഡർ എനിക്ക് അയച്ചു തന്നായിരുന്നു. എന്നിട്ട് വരയ്ക്കുന്നതാണ് ഇതായി ഒരു ആർട്ട് പ്രിന്റ്. അപ്പൊ ഇത് സാറ എന്നാണ് ഇതിന്റെ മെയിൻ ഫീമെയിൽ ക്യാരക്ടറിന്റെ പേര്. ഈതൻ എന്നാണ് മെയിൽ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഒരു കോഫി ഷോപ്പിൽ നിന്ന് സംസാരിക്കുന്നതായിട്ട് ഒരു ആർട്ട്. പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് സ്റ്റിക്കേഴ്സും ഒരു ബുക്ക് മാർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ബുക്ക് മാർക്ക്. ഇതിന്റെ 2 സൈഡും പ്രിന്റ് ഉണ്ട്. ഒരു സൈഡില് ആ കോഫി പീപ്പിൾ എന്നുള്ള പേര്, ആ സാറ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടറിന്റെ പെറ്റാണ്, കാറ്റ്. പിന്നെ ബാക്കിലൊരു കോഫിയുടെ ഒരു ഇല്ലസ്ട്രേഷൻ. ഇതാണ് ബുക്ക് കവർ. പിന്നെ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു 6 സ്റ്റിക്കറിന്റെ പാക്കാണ്. ആ സ്റ്റോറിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ സ്റ്റിക്കേഴ്സ്. ഇത് നമുക്ക് ഇത് ടെസ്റ്റിന് വേണ്ടി നമുക്ക് എവിടെയെങ്കിലും ഒട്ടിക്കാം. ആ റീഡേഴ്സിന് ഇത് ഒട്ടിക്കാൻ പറ്റും. അപ്പൊ ആ പെറ്റിന്റെ ഒരു സ്റ്റിക്കർ, പിന്നെ ഒരു കോപ്പി മെഷീൻ, പിന്നെ ഇത് ആ മെയിൻ ക്യാരക്ടറിന്റെ വെഹിക്കിളാണ്, റെഡ് ജീപ്പ്. പിന്നെ ഒരു കോഫി ലവേഴ്സിന് വേണ്ടിയിട്ട് ഒരു കോഫിയുടെ സ്റ്റിക്കർ. പിന്നെ ആ മെയിൻ ക്യാരക്ടേഴ്സ് ഒരു മെയിൻ ഇൻസിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഷൂസ്. അങ്ങനെ കുറച്ച് മെയിൻ ഇൻസിഡൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ആണ് ഇത്. അപ്പൊ ഈ ആർട്ട് വർക്ക്സ് ഒക്കെ എങ്ങനെ ചെയ്തെന്നുള്ളതിന്റെ ഒരു ടൈം ലാപ്സ് ആയിട്ട് ഞാൻ കാണിച്ചത്. പ്രോക്രിയേറ്റിലാണ് ഞാൻ ചെയ്തത് ഈ എല്ലാ ആർട്ട് വർക്ക്സും. പിന്നെ ബുക്ക് കവർ ആ PDF സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇല്ലസ്ട്രേറ്ററും ഫോട്ടോഷോപ്പും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ആർട്ട് വർക്ക്സ് ഒക്കെ, അതായത് ഈ ക്യാരക്ടേഴ്സിനെ വരച്ച ആർട്ട് വർക്ക്സും ഈ ഫ്ലവേഴ്സ് അങ്ങനത്തെ എലമെന്റ്സും ഈ ടൈറ്റില് ഞാൻ ജസ്റ്റ് വരച്ചെടുത്തത് തന്നെയാണ് കസ്റ്റം ടൈപ്പോഗ്രഫി ആയിട്ട്. അപ്പൊ അതെങ്ങനെ ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് ടൈം ലാപ്സ് പോലെ വീഡിയോ കാണിക്കാം. ഞാൻ ആക്ച്വലി ഇത് വരയ്ക്കുന്ന ടൈമിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട്
ഞാൻ ഇങ്ങനെ വരച്ച ടൈം ലാപ്സ് അത് നമ്മൾ കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ ജസ്റ്റ് ആ ബുക്ക് കവർ ചെയ്തതിൻ്റെ പ്രോക്രിയേറ്റിൽ നിന്നുള്ള ടൈം ലാപ്സ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ അവർ തന്ന ഡീറ്റെയിൽസിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ മെയിൻലി അവർ പറഞ്ഞത് അവരുടെ ടൈറ്റിൽ കോഫി പീപ്പിൾ എന്നാണ്. പിന്നെ അവരുടെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് അവർക്ക് കോഫിയുടെ എന്തെങ്കിലും ഒരു സിമ്പിൾ ഇതിനകത്ത് കാണിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കോഫിയുടെ ഓയിലാണ് അവർ കോഫി കപ്പ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞിരുന്നത് ഫീമെയിൽ മെയിൻ ക്യാരക്ടറിനെ കുറിച്ചാണ്. സാറ ഒരു സ്മോൾ ടൗൺ കോഫി ഷോപ്പ് ഓണറാണ്. ആൻഡ് ഷീ ലൈക്സ് ടു ഹാവ് ഫ്ലവേഴ്സ്. എല്ലാ ടേബിളും ഫ്ലവേഴ്സ് വെക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കവറിൽ വൈറ്റ് ലില്ലീസ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സാറയുടെ റെഫറൻസ് ഇതൊക്കെയാണ് അവർ തന്നിരുന്നത്. അപ്പോൾ ഈ ഇമേജസ് വെച്ചിട്ടാണ് ഈ ഒരു ഹാഫ് ബോഡി ക്യാരക്ടർ ഇവിടെ വരച്ചെടുത്തേക്കുന്നത്. പിന്നെ ഇതിലത്തെ മെയിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എയ്തനാണ്. എയ്തൻ ഇസ് എ മാൻ ഇൻ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റാർബക്സിന്റെ ഓണർ എന്ന രീതിയിലാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർബക്സിന്റെ കോഫി കപ്പ്, രണ്ടുപേരുടെ കയ്യിലും കോഫി കപ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരാളുടെ കയ്യിൽ, അതായത് ഏതിന്റെ കയ്യിൽ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർബക്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഏതിന്റെ കയ്യിൽ ഒരു വാച്ച് വേണമെന്നൊരു റിക്വയർമെന്റ് ആയിരുന്നു. അതായത് ഏതിന്റെ അച്ഛൻ ഗിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊരു റിക്വയർമെന്റ് ആയിരുന്നു. പിന്നെ സാറയുടെ ഹെയർ സ്റ്റൈൽ ഒരു മെസ്സി ബണ്ണായിട്ടാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഔട്ട്ഫിറ്റും അവർ ചെറിയ റിക്വയർമെന്റ്സ് പറഞ്ഞിരുന്നു. ഏതിന് സ്യൂട്ടും സാറയ്ക്ക് ബ്ലാക്ക് ലെഗിങ്സ്, ഓവർ സൈസ്ഡ് ടീഷർട്ട്, അതിനുള്ള റെഫറൻസസും അവർ തന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നപ്പോൾ മെയിൻ എലമെന്റ്സ് ആയി. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു കോഫി ഷോപ്പിന്റെ എക്സാമ്പിൾ പോലെ ഒരു സൈഡിൽ ഗ്രീൻ കളർ കൊടുക്കാൻ കാരണം രണ്ടുപേരും രണ്ട് ഓപ്പോസിറ്റ് പോലെയാണല്ലോ. ആദ്യം എനിമീസ് ദെൻ ടു ലവേഴ്സ് ആണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും രണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗ്രീൻ കളർ കൊടുക്കാൻ കാരണം സ്റ്റാർബക്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കി സ്പൈനും ഒരു ഏകദേശം ബ്രൗൺ കളർ, കോഫിയുടെ ഇത് വെച്ച് തന്നെ ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ടൈറ്റിലും ഓതർ നെയിമും കൊടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ടിലുള്ള ലില്ലി ഫ്ലവേഴ്സ് ഇങ്ങനെ കവറായി വരുന്ന രീതിയിൽ തന്നെ ബാക്കിലേക്ക് പോകുന്ന രീതിയിൽ കണ്ടിന്യൂ ആവുന്നുണ്ട്. പിന്നെ ബാക്കിൽ അതിൻ്റെ ഒരു ചെറിയ ബ്ലർബ്, അതായത് സമ്മറി പോലെ കൊടുത്തിട്ടുണ്ട്, റീഡേഴ്സിനെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ്. ഈ വർക്ക് ചെയ്യാൻ തരുന്ന ടൈമിൽ ഇവർ ജസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര പേജസ് ഉണ്ടെന്ന് അവർ ആദ്യം പറഞ്ഞിരുന്നില്ല. പിന്നീട് അത് ആഡ് ചെയ്യുക ചെയ്തത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ആമസോണിൽ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആമസോൺ KDP എന്ന സൈറ്റിൽ, അതായത് ആമസോൺ കിൻഡിൽ ഡയറക്റ്റ് പബ്ലിഷിംഗ്, അവരുടെ സൈറ്റിൽ പോയാൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ആ ടെംപ്ലേറ്റിൽ ജസ്റ്റ് ഇതൊന്ന് ഫോട്ടോഷോപ്പിൽ വെച്ചിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചേഞ്ച് വന്നത്. ബാക്കി അല്ലാതെ വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ആ ഇല്ലുസ്ട്രേഷൻ്റെ ഒരു ടൈം ലാപ്സും കൂടെ കണ്ടിട്ട് വരാം. ഇവർക്ക് ഈ ബുക്ക് കവർ കൂടാതെ തന്നെ വേറെ രണ്ട് ആർട്ട് വർക്ക്സും കൂടെ ചെയ്തു കൊടുത്തായിരുന്നു. ഒന്ന് നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു രണ്ടുപേരും കപ്പിളിന്റെ രണ്ട് പേരും കൂടെ ഒരു കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് വർക്കായിരുന്നു. പിന്നെ ഒന്ന് ഈ സാറയും സാറയുടെ സിസ്റ്റർ ജസ്റ്റും കൂടെ ഒരു ഫ്രണ്ടും. അപ്പൊ ഇവര് മൂന്നുപേരും കൂടെ ഇരുന്ന് ഡെയ്സി റിഡ്ജ് കോഫി ഷോപ്പിന്റെ മുമ്പിലിരുന്ന് ജസ്റ്റ് ചാറ്റ് ചെയ്യുന്നു, കോഫി കുടിക്കുന്നു എന്നുള്ളൊരു ഒരു ഇമേജ്. അത് അവർക്ക് ഇതിന്റെ ഒപ്പം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ടൈം ലാപ്സ് ഇതവിടെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരച്ച ടൈം ലാപ്സ് എല്ലാം കണ്ടു കാണുമല്ലോ. അപ്പൊ നിങ്ങളുടെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഇനിയും ഒത്തിരി ഇങ്ങനത്തെ ബുക്ക് കവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ആഗ്രഹം. പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ആൻഡ് സോ ഹാപ്പി ടു ഷെയർ വിത്ത് യു ഓൾ. ഈ ഹാപ്പിനെസ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം.
പിന്നെ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒക്കെ വർക്ക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ആർട്ട് പഠിക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.